മക്കളെ, ഇന്ന് നമുക്ക് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിലെ ഫുൾ മീനിങ് നോക്കാം. അവൽ പറഞ്ഞാൽ ഒന്നാമതായ, അവൽ ഒന്നാമതായ, ഗാവ് പറഞ്ഞ ഗ്രാമം കേട്ടോ. അവൽ പറഞ്ഞാൽ എന്താണ്? ഒന്നാമതായ. അവൽ ഒന്നാമതായ, ഗാവ് ഗ്രാമം. സാഫ് സുതര വൃത്തിയായ, സാഫ് സുതര വൃത്തിയായ. അവൽ പറഞ്ഞാൽ എന്താണ്? ഒന്നാമതായ കേട്ടോ, ഒന്നാമതായ. അവൽ ഒന്നാമതായ, ഫസ്റ്റ് ആവുന്നതിനാണ് അവൽ പറയാ. ഒന്നാമതായ, ഫസ്റ്റായ. അവൽ ഫസ്റ്റായത് കേട്ടോ. സാഫ് സുതര വൃത്തിയുള്ള. കെ തൗർ പർ പറഞ്ഞ രീതിയിൽ, രീതിയിൽ, രീതിയിൽ. ഗാസിയത്ത് പ്രത്യേകത, വിശേഷത ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗാസിയത്ത് പറഞ്ഞ പ്രത്യേകത, പ്രത്യേകത. ഗാസിയത്ത് പ്രത്യേകത, പ്രത്യേകതയാണ് ഗാസിയത്ത്. സഫായി ശുചിത്വം, സഫായി ശുചിത്വം. പ്രശാസൻ എന്ന് പറഞ്ഞാൽ ഭരണം, പ്രശാസൻ ഭരണം. സ്വച്ഛത, സ്വച്ഛത, ശുചിത്വം, സ്വച്ഛത, ശുചിത്വം. ഇപ്പൊ ശുചിത്വത്തിന് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. എന്താണ്? സഫായി പറഞ്ഞാലും ശുചിത്വമാണ്, സഫായി പറഞ്ഞാലും ശുചിത്വമാണ്. സ്വച്ഛത എന്ന് പറഞ്ഞാലും ശുചിത്വമാണ്. കണ്ട, സഫായി എന്ന് പറഞ്ഞാലും സ്വച്ഛത എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചിത്വം. നിർഭർ, നിർഭരമായ, ആശ്രിതമായ എന്നൊക്കെ പറയും, നിർഭർ. പ്രതിബന്ധിത്, നിരോധിച്ചിരിക്കുന്നു, പ്രതിബന്ധിത് നിരോധിച്ചിരിക്കുന്നു. ബാംസ് മുള, ബാംസ് പറഞ്ഞാൽ എന്താണ്? മുള, ബാംസ് മുള. ഫൗരൻ പറഞ്ഞാൽ പെട്ടെന്ന്, ഫൗരൻ പെട്ടെന്ന് തന്നെ. നമ്മൾ ആ വാർത്ത പഠിച്ചാണല്ലേ, പെട്ടെന്ന്, വേഗം, വേഗം, പെട്ടെന്ന് എന്നൊക്കെ പറയും, പെട്ടെന്ന്, ഫൗരൻ പെട്ടെന്ന്. ജാഗരൂകത, ഉണർവ്, ജാഗരൂകത, ഉണർവ്, ജാഗരൂകത, ഉണർവ്. അന്താസ ലഗാന, അന്താസ ലഗാന കണക്കാക്കുക, കണക്കാക്കുക. അന്താസ ലഗാന പറഞ്ഞാല് കണക്കാക്കുക. നമ്മൾ ഓരോ പ്രവൃത്തി കൊണ്ട് കണക്കാക്കൂലേ ഓരോ കാര്യങ്ങൾ, അതായത് കണക്കാക്കുക, രണ്ട് കായിൻ്റെ കണക്കാക്കുക. അന്താസ ലഗാന, ശുചിത്വത്തിൻ്റെ അവർക്ക് എത്രമാത്രം ശുചിത്വമുണ്ട് എന്നത് കണക്കാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അന്താസ ലഗാന പറഞ്ഞാൽ കണക്കാക്കുക. ജമാ കർണ, ഈഘട്ട കർണ, ശേഖരിക്കുക. ജമാ കർണ പറഞ്ഞാൽ ശേഖരിക്കുക. ജമാ കർണ പറഞ്ഞാൽ എന്താണ്? ശേഖരിക്കുക. ജമാ കർണ, ശേഖരിക്കുക. ജമാ കർണ, ശേഖരിക്കുക. നോസ്കൊണ്ട് എഴുതുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ എന്നുള്ളതിൻ്റെ രാൻ്റെ മുകളിലാണ് വള്ളി കേട്ടോ. ശേഖരിക്കുക. കൂടാ കച്ചറ പറഞ്ഞാൽ ചപ്പ് ചവറ്, കൂടാ കച്ചറ, ചപ്പ് ചവറ്. ഇഘട്ട കർണ, ഇഘട്ട കർണാലും പറഞ്ഞാൽ ഇഘട്ട കർണ എന്ന് പറഞ്ഞാലും ശേഖരിക്കുക എന്നാണ് കേട്ടോ. ഏകത്രിത് കർണ. ഇഘട്ട കർണ പറഞ്ഞാലും എന്താണ്? ശേഖരിച്ച് വെക്കുക. അതിനെയാണ് ശേഖരിക്കുക എന്നുള്ളതിനെയാണ് ഇഘട്ട കർണ എന്നും പറയുന്നത്. ശേഖരിക്കുക. ഇഘട്ട കർണ പറഞ്ഞാൽ എന്താണ്? ശേഖരിക്കുക. ഇങ്ങനത്തെ ഗായാണ് കേട്ടോ, ശേഖരിക്കുക. ഗാദ്, ഗാദ് പറഞ്ഞ വളം. ഗാദ് എന്താണ്? വളം. ഇസ്തേമാൽ കർണ, ഉപയോഗിക്കുക. ഇസ്തേമാൽ കർണ പറഞ്ഞാൽ ഉപയോഗിക്കുക. ഇസ്തേമാൽ കർണ, ഉപയോഗിക്കുക. ഇസ്തേമാൽ കർണ, ഉപയോഗിക്കുക. ഇസ്തേമാൽ കർണ, ഉപയോഗിക്കുക. ഹൈജ, കോളറ. ഹൈജ എന്ന് പറഞ്ഞാൽ കോളറ. കി വജഹ് സെ എന്ന് പറഞ്ഞാൽ കാരണം. വജഹ് പറഞ്ഞാൽ കാരണം. സുവിധ, സൗകര്യം. സുവിധ, സൗകര്യം. ചുടുക്കാര, പാന,
മോചനം നേടുക. ചുടുക്കാര പാന പറഞ്ഞതാണ് മോചനം നേടുക. ചുടുക്കാര പാന മോചനം നേടുക. മോചനം നേടുക. ചുടുക്കാര പാന മോചനം നേടുക. കേസരിയെ മുഖേന. കേസരിയെ പറഞ്ഞാൽ മുഖേന. കേസരിയെ എന്താണ്? മുഖേന. അത് മുഖേന, ഇത് മുഖേന എന്നൊക്കെ പറയില്ലേ, ആണ് മുഖേന. കേ ദ്വാരാന്ന്. സരൂരി. സരൂരി പറഞ്ഞാൽ ആവശ്യക്, അത്യാവശ്യം. സരൂരി പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യം. അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറയൂലേ, അതാണ് സരൂരി. സരൂരി പറഞ്ഞാൽ അത്യാവശ്യമാണ്. എന്താണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യം? ശുചിത്വം അല്ലേ? അത്യാവശ്യം. 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 സരൂരി പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യം. ഇത്രയാണ് നമുക്ക് മീനിങ് പഠിക്കാൻ വരുന്നത്. എല്ലാവരും മീനിങ് നന്നായിട്ട് പഠിച്ചു വെക്കണം. എങ്കിലാണ് നമുക്ക് ക്വസ്റ്റ്യനൊക്കെ നോക്കി വായിച്ച് മീനിങ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.